ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRR സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ രീതിയിൽ അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു സമയം ഇനിയുണ്ട്. ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തരാനും നമ്മുടെ 2000-ലധികം സെറ്റ് വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ടീമിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഫ്രീ റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ച് വിജയിച്ചവർക്ക് ഒരിക്കൽ കൂടി ഒരു ആശംസ അറിയിക്കുന്നു. 100 കണക്കിന് 450-ലധികം വിന്നേഴ്സിന്റെ വകയായിട്ട് 100 കണക്കിന് കമന്റുകൾ കൊണ്ട് നമ്മുടെ ഫോണൊക്കെ സ്റ്റക്ക് ആവുന്ന രീതിയിൽ ഫീഡ്ബാക്കുകൾ, യൂട്യൂബ് കമന്റുകൾ, റിവ്യൂകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒരു കോച്ചിങ് റിലയബിൾ ആയിട്ട് വിശ്വസ്തയോടുകൂടി ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു കോച്ചിങ് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ്സുകൾ കണ്ടു നോക്കി ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രീ റിസോഴ്സുകൾ, ആയിരക്കണക്കിന് റിസോഴ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം നമ്മുടെ ലേണിംഗ് ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. അതും ചെക്കൗട്ട് ചെയ്യുക. ഡെയിലി 5 കറണ്ട് അഫയേഴ്സും സെറ്റ് പേപ്പർ 1 ക്വസ്റ്റ്യനും ഒക്കെ ക്വിസും ഒക്കെ നടത്തുന്ന ഫ്രീ കോഴ്സുകൾ അടക്കം നമുക്ക് അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ കോഴ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ 3R സ്ട്രാറ്റജി, റിസോഴ്സ്, റുട്ടീൻ ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കിത് കാണുന്നതിന് ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് ഇതൊരു കുറച്ചുകൂടെ ബ്ലർ ഇഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്തായിരുന്നു. ഇപ്പോൾ RRന്റെ പോസ്റ്റർ അല്ലേ മെയിൻ കാണുന്നത്. സാരമില്ല, ഞാൻ അടുത്ത സ്ലൈഡിൽ ഇതൊന്ന് ചുരുക്കി എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ എന്ന് പറയുന്നത് റിസോഴ്സുകൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിസോഴ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ഈ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലിമിറ്റ് എന്നുള്ള വാക്കിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ബ്രൂസ് ലീ പറഞ്ഞ പോലെ എനിക്ക് 1000 കിക്കുകൾ അറിയുന്ന ഒരാളെക്കാളും ഒരൊറ്റ കിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെയാണ് ഭയമുള്ളതെന്ന്. അതുപോലെയാ പലപ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളും ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഫ്രീ റിസോഴ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകളും ഇൻഫർമേഷൻ ഓവർലോഡാണ് നിങ്ങൾക്കിപ്പോൾ. നമ്മുടെ വിരൽ തുമ്പിൽ എന്തും സെർച്ച് ചെയ്താൽ കിട്ടും. എത്ര PDF, എത്ര ക്ലാസ്സുകൾ, എത്ര വീഡിയോ ലെസൺസ് എല്ലാം കിട്ടും. പക്ഷേ ഇത് ലിമിറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം പക്ഷെ ലിമിറ്റഡ് അല്ലേ? നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പരിമിതമായ ദിവസങ്ങളിലെ പരിമിതമായ മണിക്കൂറുകൾ മാത്രമേ നമുക്ക് പഠിക്കാനാവുള്ളൂ. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ടുകളും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരാളും വീഡിയോ ക്ലാസ്സുകളും അങ്ങനെ ലിമിറ്റ് ചെയ്ത് നിങ്ങൾ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ആ രീതിയിൽ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. നിങ്ങൾ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. നമുക്ക് നോട്ടുകളും കാര്യങ്ങളും ഓരോ യൂണിറ്റിന്റെയും ക്രമീകൃതമായിട്ടുള്ള രീതിയിൽ വെക്കുക. ഒരു പെയ്ഡ് പ്രോഗ്രാം നിങ്ങൾ എടുക്കുകയാണ്, അഫോർഡബിൾ ആയിട്ട് ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ റിസോഴ്സുകൾ നിങ്ങൾ പഠിക്കുന്നത് ലിമിറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് അവിടെ നിന്നാണ്. എന്താ രണ്ടാമത്തെ നിങ്ങൾ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. റിസോഴ്സ്, റുട്ടീൻ ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള 3 വാക്കുകൾ ഇപ്പോൾ തന്നെ നോട്ടിലേക്ക് പകർത്തുക. റുട്ടീനിൽ നമ്മൾ എന്താണ് വരുന്നത്? റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തീം ടേബിള് സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ എന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും ഇപ്പോൾ പറയാറില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ രീതിയിലല്ലേ? 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ 6 മണിക്ക് എഴുന്നേൽക്കുക, 6:15 പല്ല് തേക്കുക, 6:30 പത്രം വായിക്കുക, 7:30 വരെ പഠിക്കുക, 8:30 ഫുഡ് കഴിക്കുക, 9 മണിക്ക് സ്കൂളിൽ പോവുക. അങ്ങനത്തെ ഒരു ടൈം ടേബിൾ പലപ്പോഴും നടക്കില്ല. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ഹാബിറ്റുകളുമായിട്ട് ലിങ്ക് ചെയ്യുക. ഹാബിറ്റ് ലിങ്കിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ പഠിക്കും. രാത്രി ഡിന്നർ കഴിക്കുന്നതിന് മുൻപ് ഞാൻ 1 മണിക്കൂർ പഠിക്കും. ഉറങ്ങുന്നതിന് മുൻപ് ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ ഞാൻ ഉറങ്ങൂ എന്ന് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നമ്മുടെ 100 കണക്കിന് വിജയികളുമായിട്ട് സംവദിക്കാൻ കിട്ടിയ അവസരങ്ങൾ, ഒരുപാട് ഇന്റർവ്യൂകളിൽ കുട്ടികളോട് നേരിട്ട് പോയി സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയതിൽ നിന്ന് പറയുക. കൺസിസ്റ്റൻസിയോടുകൂടി പഠനം ഒരു റുട്ടീനാക്കി നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്ന വിദ്യാർത്ഥികളാണ്
ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും പാസ്സാവുന്നത്. നമ്മൾക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് പഠിച്ചോ അല്ലെ 2 ആഴ്ച മുമ്പോ ഒക്കെ പഠിച്ച്, അല്ലെങ്കിൽ ഒരു ദിവസം 10-12 മണിക്കൂർ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് പ്രയോജനപ്പെട്ടെന്ന് കുട്ടികൾ പറയാറുണ്ട്. 6 മണിക്കൂറൊക്കെ തുടർച്ചയായ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. കമന്റുകളിൽ ഒരുപാട് വന്നൊരു കാര്യമാണ്. എങ്കിൽ പോലും അത് അഡ്വൈസബിൾ അല്ല. അത് മാത്രം ഫോക്കസ് ചെയ്ത് പരീക്ഷ ജയിക്കാം എന്ന് കരുതുന്നത്. നിങ്ങൾ റുട്ടീനായിട്ട് പഠിച്ചിട്ട് ഒരു ഫൈനൽ റിവിഷന് നമുക്ക് ഈ മാരത്തണും ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളും പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ ഒരുപാട് മണിക്കൂർ പഠിക്കുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും 4 months 5 months ഒക്കെ നമുക്ക് മുന്നിലുള്ളപ്പം ഡെയിലി 1, 2, 3 മണിക്കൂർ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. റുട്ടീൻ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് പഠനത്തെ കൂടി മാറ്റുക. മൂന്നാമതായിട്ടുള്ള നമ്മുടെ പോയിന്റ് ആണ് റിഫ്ലക്റ്റ് എന്നുള്ളത്. എന്താ ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? പലരും റിവിഷൻ എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ആ ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്, നമ്മുടെ ലൈവ് സെഷൻസ് അല്ലെ ഒരു ടെസ്റ്റ് എടുത്തു, ഫോൺ മാറ്റി വെച്ചിട്ട് അല്ലെ ബുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കണ്ണടച്ച് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലേക്ക് ഒരു തവണ കൂടി കൊണ്ടുവരുന്നുണ്ടോ? പലപ്പോഴും അത് മിസ്സിംഗ് ആണ്. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ലാസ്റ്റ് ടൈം ഇത് എപ്പോഴാണ് ചെയ്തതെന്ന് കമന്റിൽ ഒന്ന് എഴുതാവോ? കൃത്യമായിട്ട് റിഫ്ലക്ഷൻസ് നടത്തുന്ന, BEdനൊക്കെ നിങ്ങൾ പഠിക്കുന്ന അല്ലേ, റിഫ്ലക്ഷൻസ് നടത്തുന്ന, നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി ഒരിക്കൽ കൂടി ചിന്തിച്ച് തലയിലെ ആ ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കമന്റിൽ ഒന്ന് പറയാമോ? അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ദയവായിട്ട് അത് ചെയ്യുക. നമ്മൾ 1 മണിക്കൂർ എടുത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചാലും ബുക്ക് അടച്ചു വെച്ച് 2-3 മിനിറ്റിൽ അതൊന്ന് റീകൗണ്ട് ചെയ്യുക. നമ്മൾ എന്തൊക്കെ പഠിച്ചു, പോയിന്റുകൾ എന്തൊക്കെയാ, 1, 2, 3, 4. ഈ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ടുകൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പുസ്തകത്തിലെ 10 പേജോ അല്ലെ 1 മണിക്കൂർ വായിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തലയിലൂടെ ഒന്ന് റീകൗണ്ട് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് വായിക്കുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന ചുരുങ്ങിയ നോട്ടുകൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷനായി. ഈ റിഫ്ലക്ഷനുകൾ വീക്ക്ലി, മന്ത് വീക്കെൻഡ് ബേസിസിൽ നടത്തുമ്പോൾ പ്രോപ്പർ റിവിഷനുമായിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. ഈ 3 കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും ആവില്ല എന്നുള്ള കാര്യം ഓർക്കുക. I+ന്റെ ടീമിനോടൊപ്പമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 6 മാസം വീണ്ടും ഒരു സെറ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിൻ്റെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിൽ തന്നെ നടത്തിയാൽ അടുത്ത സെറ്റ് എക്സാം നേടുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരാൾ നിങ്ങളാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പാകത്തിന് കെമിസ്ട്രി, ഹിസ്റ്ററി, ഫിസിക്സ്, ബോട്ടണി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സൈക്കോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, സുവോളജി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ എല്ലാം കോച്ചിങ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. പേപ്പർ 1ന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് യാതൊരു ചിലവുമില്ലാതെ പഠിക്കാം. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ വീഡിയോ ക്ലാസ്സും നോട്ടും യൂണിറ്റ് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2014 സിലബസ് മാറിയത് മുതൽ ഇവിടെ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കാനും റിവിഷൻ എക്സാമുകളൊക്കെ എടുക്കാനും ഒക്കെ നമ്മുടെ ആപ്പിലൂടെ, നമ്മുടെ കോഴ്സിലൂടെ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 1-on-1 ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കും. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂകളെല്ലാം ഇതിന് നിങ്ങൾക്ക് അഷ്വറൻസ് നൽകുന്നുമുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുത്ത് തൊട്ടടുത്ത സെറ്റ് എക്സാം തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.